നമ ശിവായ നമ ശിവായ നമ ശിവായ. ഓം ശ്രീ ശിവമഹാപുരാണം രുദ്ര ശിവകഥാ തത്വസാരം രുദ്രസംഹിത രണ്ടാമത്തെ സംഹിത. അതിൽ രണ്ടാമത്തെ ഖണ്ഡം സതീഖണ്ഡം, ഒന്നാമത്തെ അധ്യായം പാരായണം ചെയ്യണു. ബ്രഹ്മനാരദ സംവാദമായിട്ട് ഇവിടെ നമുക്കത് കാണാൻ സാധിക്കണം. ഓം ഓം നമ ശിവായ. ബ്രഹ്മനാരദ സംവാദം അധ്യായം 1. ഓം നാരദനോദി വിധേ ചൊല്ലു സൽക്കഥ ശങ്കരനിൽ സതി ചേർന്ന ചരീതവും മംഗളം നൽകും ശിവകഥ കേൾക്കുകിൽ കന്മഷം തീരും മനഃശുദ്ധി നേടിടാം. ദേവി സതി ദക്ഷപത്നിതൻ പുത്രിയായി രുദ്രന്റെ പത്നിഭാവം പൂണ്ടുവെങ്കിലും ദേഹം ത്യജിച്ചു ശിവനിൽ ലയിച്ചതും പിന്നെ ഹിമവാന്റെ പുത്രിയായി തീർന്നതും ഗൗരി തപഫലം കാമദഹനവും രുദ്രനെ വേട്ടതുമൊക്കെ പറയണേ. ഇങ്ങനെ കേട്ടു വിധിയോതി പാവനം ദിവ്യം യശസ്ശിവ പാർവതി വേളിയേ. ഇങ്ങനെ പറഞ്ഞു വെച്ചാലും ആദ്യം സതി ഉണ്ടാകുന്നതും തുടർന്ന് ദക്ഷയാഗം കഥയാണ് വിസ്തരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ശിവപുരാണത്തിൽ വിസ്തരിച്ച് പറയണു, നമുക്കത് കേൾക്കാം. പണ്ട് ശിവൻ നിർവികൽപ്പനാം നിർഗുണൻ ചിന്മയൻ ശക്തിരഹിതൻ അരൂപിയായി സൃഷ്ടികാലത്ത് സ്വരൂപിയായി രുദ്രനായി ശക്തിധരൻ അർദ്ധനാരീശ്വരൻ ഹരൻ നിർവികാരൻ പരബ്രഹ്മരൂപി ശിവൻ സ്വന്തം ഇടത്തുഭാഗത്തായി വിഷ്ണുവും സൃഷ്ടിച്ചു ബ്രഹ്മാവിനെ വലത്തും വിഭു കാണിച്ചു രുദ്രനെ മധ്യത്തിലും ഹൃദി സൃഷ്ടിസ്ഥിതി ലയം ചെയ്തു മൂവർ മുത സർവം സദാശിവൻ ചെയ്തു നിയന്ത്രണം. ദേവദേവി മർത്യ സസ്യതിര്യക്കുകൾ ഉണ്ടായി എന്നാൽ നിറഞ്ഞിവ പാരിതിൽ അത്രി മരീചി പുലഹൻ പുലസ്ത്യനും അങ്കിരസ്നാരദൻ ദക്ഷൻ ക്രതുഭൃഗു. പിന്നെ ഞാൻ സൃഷ്ടിച്ചു സന്ധ്യയെ ഹൃത്തിലായി സുന്ദരി എപ്പോഴും മന്ത്രം ജപിക്കുമ്പോൾ രാത്രി പകൽ അതീക്ഷീണിത എങ്കിലും കാലത്തും വൈകിട്ടും മോഹിപ്പിക്കും സതി. എന്നിൽ ഇവളുടെ സ്വാധീനം വന്നുപോയി ഉണ്ടായുടൻ പുമാൻ അത്ഭുത പുരുഷൻ. കാമദേവന്റെ ജനനത്തെയാണ് സൂചിപ്പിച്ചത്. കുങ്കുമവർണം അത് യാനഗന്ധവും സുന്ദരം പല്ലും സുമുഖം സുകോമളം മെല്ലിച്ചരക്കെട്ടും ഒത്ത ശരീരവും താമരക്കണ്ണും മയക്കും ചിരി കവിൾ. ഉത്തമനാണിനെ കണ്ടു ദക്ഷാദികൾ വിസ്മയിച്ചു അപ്പോൾ എന്നോടോതി ഇവൻ ബ്രഹ്മദേവ എന്തു ജോലി ഞാൻ ചെയ്യണം സൃഷ്ടാവിനെ സഹായിക്കുന്നതെങ്ങനെ ചൊല്ലി ഞാൻ വേദപുരുഷ നീ സർവദാ സ്ത്രീ പുരുഷന്മാരെ മോഹിതരാക്കണം പഞ്ചപുഷ്പബാണം കൊണ്ടു മധിക്കണം ദേവകൾ കൂടി വിടില്ല നിന്നെ സുഖി. ഈ 5 പുഷ്പബാണത്തെ അരവിന്ദം അശോകം ച ചൂതം ച സമമല്ലിക നീലോൽപലം ച പഞ്ചൈതേ പഞ്ചബാണസ്യ ബാണ എന്ന് പറഞ്ഞിരിക്കുന്നു. കരിമ്പ് വില്ലില് ഈ അരവിന്ദം വെച്ചാൽ താമരയാണ്, അശോകം അത് അശോകവൃക്ഷമാണെന്ന് പറയണു. ചൂതം എന്ന് പറഞ്ഞാൽ മാവിൻ്റെ പൂവാണ്, മല്ലിക എന്നുള്ളത് മുല്ലപ്പൂവാണ്, നീലോൽപ്പലം നീലത്താമരയാണ്. അരവിന്ദവും നീലോൽപ്പലവും രണ്ടും താമരയാണെങ്കിലും ഒരു ലേശം വ്യത്യാസമുണ്ടെന്ന് പറയണം. 5 തരത്തിൽപ്പെട്ട താമരയാണ് ഉള്ളത്. അത് നിറത്തിൻ്റെ കാര്യത്തിൽ ചുവപ്പ്, റോസ്, മഞ്ഞ, വെള്ള ഇങ്ങനെയാണ് സാധാരണ താമര കിട്ടാറ്. അപ്പോൾ താമരയിൽ തന്നെ പല വിധത്തിലുള്ള താമരകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് സഹസ്രദള പത്മം. അത് മരുന്നാണ്. അതേപോലെ എന്തൊക്കെയോ ചില ദിവ്യ വിശേഷങ്ങൾ അതിനുണ്ട്. ഭഗവാൻ ആ സഹസ്രദള പത്മത്തിനെയാണ് തൻ്റെ കയ്യിൽ വിഷ്ണു ഈ ആയുധമായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. ആയുധം എന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന മറ്റവനെ കൊല്ലാൻ എന്നുള്ള അർത്ഥത്തിലല്ല, അത് സ്ഥാനം എന്ന ലീലയിലാണ്. ഇങ്ങനെ പലതരത്തിൽ നമുക്ക് ഓരോന്നിനെക്കുറിച്ച് മനസ്സിലാക്കാനുണ്ട്. ഇവിടെ പഞ്ചപുഷ്പബാണം ചെയ്യുമ്പോൾ ആ ദേഹത്തിന് 5 തരത്തിൽപ്പെട്ടതായിട്ടുള്ള ഭാവങ്ങളെ ഉണ്ടാവണു. അത് 5 തരത്തിൽപ്പെട്ടതായിട്ടുള്ള ഫലത്തെ സൃഷ്ടിക്കുന്നു എന്നാണ്. ശോഷണം, മോഹനം, സന്ദീപനം, തപനം, ഉന്മാദനം ഇങ്ങനെ 5 തരത്തിൽപ്പെട്ടതായിട്ടുള്ള ഭാവങ്ങളെ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് സൃഷ്ടി നടക്കുന്നത് എന്നാണ്. അതിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുള്ളൂ. ദേഹപ്രവൃത്തികളെ കൊണ്ട് മാത്രം സന്താനത്തെ നമുക്ക് ലഭിക്കില്ല. അതിൻ്റെ സംയോജനം ഇന്ന രീതിയിൽ വേണമെന്നും ഇന്ന കാലത്ത് വേണമെന്നും ഇന്ന ജീവനാണ് അതിലേക്ക് കയറേണ്ടത് എന്നും ജീവനും
ഈ 3 ജീവനും തമ്മിലുള്ള ബന്ധവും ഒക്കെ അതിന് കാരണമാണ്. അതേപോലെ ഈ സംഘദോഷം, സംഘഗുണം ഇതെല്ലാം അതിൽ പ്രാരബ്ധം തീർക്കാൻ വേണ്ടിയിട്ട് ഇന്ന രീതിയിൽ എന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അത് യോജിച്ചാൽ മാത്രമേ, കാലം അനുകൂലമായാൽ മാത്രമേ ഭഗവത് അനുഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് സന്താനത്തെ ലഭിക്കൂ എന്നെല്ലാം അതിൻ്റെ സന്താന പ്രകരണത്തിൽ വളരെ വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്നു. അതിനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ കാമദേവൻ എന്നുള്ളത് സകലവിധ ആഗ്രഹങ്ങളെയും സാധിപ്പിച്ചു തരാൻ പ്രേരണ നൽകുക എന്ന ഈശ്വരഭാവത്തെയാണ് ഈ കാമദേവൻ എന്ന രീതിയിൽ ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടത്. അതൊരു മനോഭാവമാണ് എന്ന് സാരം. ശ്രീ ശിവാർപ്പണമസ്തു. ഓം. ഹൃത്തിൽ കടന്ന് മനസ്സിൻ നിയന്ത്രണം കിട്ടാതെ ഭോഗികളാവണം സർവരും. നിന്റെ സനാതന കർമ്മം കൊണ്ട് എപ്പോഴും ആവേശമേറണം, സൃഷ്ടി വളരണം. ഞാൻ എന്ത് ജോലിയാണ് അങ്ങയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തു തരേണ്ടത് അച്ഛാ എന്ന് കാമദേവൻ സൃഷ്ടികർത്താവിനോട്, ബ്രഹ്മാവിനോട് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞത് എന്താ? ത്രിമൂർത്തികളിൽ ഒരായിട്ടുള്ള ഭഗവാന്റെ ആജ്ഞ, നമ്മൾ ബ്രഹ്മാവിനെ പൂജിക്കുന്നില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ എങ്കിലും ആ ബ്രഹ്മാവിൻ്റെ പരിപൂർണ നിയന്ത്രണം എല്ലാ തരത്തിലും നമുക്കുണ്ട് എന്നുള്ള ദേവീഭാഗവതം പ്രത്യേകമായിട്ട് പറയണം. ഇതിലേറ്റവും പ്രധാനം, ശിവനും വിഷ്ണുവും ഒരിക്കൽ അവരവരുടെ പത്നിമാരായിട്ടുള്ള പാർവതിയെയും അതേപോലെ തന്നെ ലക്ഷ്മിയെയും ലേശം ഒരു നിന്ദാഭാവത്തിൽ വന്നു അത്രേ. അപ്പോൾ അവർ മറഞ്ഞു. അപ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്തു തരുന്നത് മുഴുവൻ ബ്രഹ്മാവാണ്. അപ്പോൾ എനിക്കിത് ചെയ്യാൻ വയ്യല്ലോ അമ്മേ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് സ്വയം ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ മക്കളായിട്ടുള്ള സനകാദികളെ വിളിച്ചു, തോന്നിപ്പിച്ചു എന്നാണ്. അവരെ വിളിച്ചു, അമ്മയെ തപസ് ചെയ്യൂ എന്ന് പറഞ്ഞു. സന്തോഷത്തോട് കൂടിയിട്ട് 1,00,000 വർഷം ഈ നിദ്രാവിഹീനരായിട്ട്, നിരാഹാരന്മാരായിട്ട്, നിഷ്കാമരായിട്ട്, നിസ്വരായിക്കൊണ്ട്, നിർമ്മലചിത്തന്മാരായിക്കൊണ്ട് ആ സനകാദി മഹർഷിമാർ അമ്മയെ ഭജിച്ചു. അവർക്ക് വലിയ സന്തോഷമായി. അപ്പോൾ എന്തിനാ ഈ തപസ് ചെയ്ത് എന്ന് 1,00,000 വർഷം കഴിഞ്ഞപ്പോൾ അമ്മ ചോദിച്ചു അത്രേ സനകാദികളോട്, ഞങ്ങൾക്ക് ആവശ്യമൊന്നുമില്ല, അച്ഛനെന്തോ വേണത്രേ എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോഴാണ് ബ്രഹ്മാവ് പറഞ്ഞത്, എനിക്കിത് എല്ലാം കൂടി ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അമ്മ 2 പേർക്കും പത്നിമാരായിട്ട് വീണ്ടും ചെല്ലണം എന്ന് പറഞ്ഞു. അപ്പോൾ 2 പേർക്കും, ലക്ഷ്മിയായിട്ടും പാർവതിയായിട്ടും, പാലാഴി മഥനം കഴിഞ്ഞ് അതിൽ രമയായിട്ട് രമിപ്പിക്കുന്ന ഭാവത്തിൽ വിഷ്ണുവിനെ സ്വീകരിച്ചു എന്നും, അതേപോലെ പവതി ഇതി പാർവതി എന്ന അർത്ഥത്തിൽ ഹിമവാന്റെ പുത്രിയായിട്ട് പാർവതിയായിട്ട് ചെന്നു, അർദ്ധനാരീശ്വരീ പദം തന്നെ സ്വീകരിച്ചു എന്നും, അതിൽ ശിവനെ ഒന്നും ഇങ്ങനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത്രേ സതി എന്ന ഭാവത്തിൽ ദക്ഷൻ്റെ പുത്രിയായിട്ട് ചെന്നത്. അപ്പോൾ സതീഭാവം അത് പരീക്ഷിക്കാനാണ് എന്ന് രുദ്രന് മനസ്സിലായില്ല എന്നാണ്. അതിൻ്റെ കാരണം പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. സതി ചെന്നത് ദേഹഭാവത്തിലാണ്, ദേഹബോധത്തോട് കൂടിയിട്ട്. രുദ്രൻ തന്നെ മനസ്സിലാക്കുമോ എന്ന് അറിഞ്ഞോട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ രുദ്രൻ അത് മനസ്സിലായി. അങ്ങനെയാണെന്ന് വെച്ചാൽ വിഷ്ണുവിനെ ഒന്ന് പരീക്ഷിച്ചോളൂ സതി, എന്നിട്ട് മതി നമ്മളായിട്ടുള്ള ഈ കൂടിച്ചേരൽ എന്ന് പറഞ്ഞു എന്നാണ്. അങ്ങനെയാണ് ശ്രീരാമാവതാര കാലത്ത് ആ ശ്രീരാമനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് സതി അടുത്ത് ചെന്നു. സീതയെ രാവണൻ കട്ടുകൊണ്ടുപോയ സമയത്ത് അത് ശ്രീരാമൻ അറിയില്ല ആരാ കട്ടുകൊണ്ടുപോയേ എന്നുള്ളത്. അപ്പോൾ സീതയുടെ വേഷത്തിൽ സതി അവിടെ ചെന്നു, ഭർത്താവെ എന്തിനാ അങ്ങനെ ദുഃഖിക്കരുത്, ഞാൻ എന്താ അവിടെ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശ്രീരാമനൊന്ന് കണ്ണടച്ചു, 2 കൈയും തൊഴുതു, എന്ന് നമസ്കരിച്ചില്ല അത്രേ. എങ്കിലും പറഞ്ഞു, എൻ്റെ പാർവതി എന്തിനാ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കണം, ശിവൻ അടുത്തില്ലേ ചോദിച്ചു എന്നാ. അതോട് കൂടിയിട്ട് സതിക്ക് ഇത്രയേ ഉള്ളൂ, അവിടെ നിൽക്കാനുള്ള സ്ഥലം പോരാ, വേഗം ശിവൻ്റെ അടുത്തേക്ക് ഓടിയെത്തി, ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ ശിവൻ സതിയോട് പറഞ്ഞു, ഇനി ദേഹബോധം ഇല്ലാത്ത രൂപത്തിൽ വരൂ കേട്ടോ, എന്നിട്ടാവാം നമുക്ക് ചേരലേ എന്ന്. അങ്ങനെയാണ് ഈ അച്ഛനായിട്ടുള്ള ദക്ഷൻ്റെ മനസ്സിൽ സതി തന്നെ താൻ ആരാ എന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ ഇപ്പോൾ ദക്ഷനുള്ളതായിട്ടുള്ള കേട് അല്ലെങ്കിൽ മതം അതിനെ ഇപ്പോൾ ദക്ഷന് മനസ്സിലാവണില്ല. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലൊരു തോന്നലുണ്ടാക്കി, ഞാനാണ് ശ്രേഷ്ഠൻ, ദക്ഷൻ എന്നാണല്ലോ എൻ്റെ പേര്. ആ സമയത്താണ് ബ്രഹ്മാവ് പ്രജാപതിമാർക്ക് അധ്യക്ഷനായിട്ട് ദക്ഷനെ തന്നെ, എനിക്കിതെല്ലാം കൂടിയിട്ട് ചെയ്യാൻ വയ്യാന്നാണല്ലോ പറഞ്ഞത് ബ്രഹ്മാവ് ഈ മഹാദേവിയോട്. അപ്പോൾ ബ്രഹ്മാവ്
ആ കാര്യത്തെ ഈ ദക്ഷിണയെ ഏൽപ്പിച്ചു എന്നാണ്. പ്രജാപതി അധ്യക്ഷ സ്ഥാനത്തെ ഏൽപ്പിച്ചു, അങ്ങനെയാണ്. അപ്പോൾ ദക്ഷൻ കേമനായി. അങ്ങനെയാണ് ആ യാഗത്തിൻ്റെ സമയത്ത്, ഈ മീറ്റിംഗ് കൂടുന്ന സമയത്ത് മഹാദേവൻ അവിടെ എത്തുമ്പോൾ സ്വീകരിച്ചില്ല, വേണ്ട രീതിയിൽ അവമാനിച്ചു, പരസ്പരം ശാപം. അങ്ങനെ ദക്ഷൻ്റെ തല പോയി. പിന്നീട് ആടിൻ്റെ തല കൊടുത്തു. അതിനുശേഷം വീണ്ടും തപസ് ചെയ്തുകൊണ്ട് ശുദ്ധകൃത്തായിട്ട് പ്രാചാര്യ ദക്ഷനായിട്ട് വന്നു. അങ്ങനെയുള്ള കഥകൾ വിസ്തരിച്ച് പറഞ്ഞു വന്നതിൻ്റെ സാരം എത്രയേ ഉള്ളൂ. ഭഗവാന്റെ ലീലകൾ നമുക്ക് മുഴുവനായിട്ട് മനസ്സിലാക്കുക എന്നത് വളരെ പ്രയാസ. അത് മനസ്സിലായി കിട്ടിയാലോ വളരെ എളുപ്പമാണ് അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഭാവത്തിലേക്ക് നമ്മുടെ മനസ്സിനെ പല തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകും ഈ കാമദേവൻ. അതാണ് ബ്രഹ്മാവിൻ്റെ കാമദേവനോടുള്ള ആജ്ഞ. ആ ആജ്ഞയിലാണ് നമ്മൾ പ്രാരബ്ധം, ആ ആജ്ഞ ഇല്ലേക്കാണ് നമുക്ക് ഈ പ്രാരബ്ധം തീർക്കാൻ സാധിക്കില്ല. ദേഹം കിട്ടിയതേ പ്രാരബ്ധം തീർക്കാൻ വേണ്ടിയിട്ടാണ്. പ്രാരബ്ധം തീർക്കണമെന്ന് വെച്ചാലോ കർമ്മം ചെയ്തേ പറ്റൂ. ആ കർമ്മം ചെയ്യുന്നത് ആഗ്രഹം ഉണ്ടായാലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആഗ്രഹം കൊണ്ട് ഈ പ്രപഞ്ചത്തെ ഞാൻ നിലനിർത്തിക്കോളാം എന്ന് പാലകനായിട്ടുള്ള വിഷ്ണു നിയമേന എല്ലാവരോടുമായിട്ട് പറഞ്ഞത്. അതാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൽ വ്യസനിക്കൊന്നും വേണ്ട. ആഗ്രഹം ഉണ്ടായില്ലോ എന്ന് വിചാരിച്ച് പരിഭ്രമിക്കൊന്നും വേണ്ട. ഒന്ന് മനസ്സിരുത്തി കഴിഞ്ഞാൽ ആഗ്രഹത്തെ ഉപേക്ഷിക്കാൻ സാധിക്കും. ആഗ്രഹത്തെ ഉപേക്ഷിക്കും തോറും കർമ്മങ്ങളെ എങ്ങനെ ഇല്ലാണ്ടാക്കാൻ സാധിക്കും. കർമ്മങ്ങളെ എങ്ങനെ ഇല്ലാണ്ടാക്കും തോറും ഈ സംസരിക്കൽ കുറഞ്ഞു കുറഞ്ഞു വരും. പുതിയ പുതിയ ദേഹങ്ങളെ സ്വീകരിക്കേണ്ട എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തും. പുരാണത്തെ ആശ്രയിച്ചാലത്തെ ഫലം അതാണ്. ആ ഫലം കിട്ടാനാവണം ഈശ്വരന്മാരെ ഭജിക്കുന്നത്. അവിടെ ശൈവമെന്നോ വൈഷ്ണവമെന്നോ ശാക്തേയമെന്നോ വ്യത്യാസമൊന്നുമില്ല. ഇതെല്ലാം ലീലയാ ഭഗവാനാ ചെയ്യപ്പെടുന്നത്. ആ ഭഗവത്വത്തെ അറിയുകയാണ് വേണ്ടത്. അതിന് ആദ്യം വേണ്ടത് ഈ കാമദേവൻ്റെ പിടിയിൽ നിന്ന് നമ്മൾ മോചിതരാകുകയാണ് വേണ്ടത്. അതിന് ഇന്ദ്രിയ നിഗ്രഹം ചെയ്യുകയാണ് വേണ്ടത്. അതാണ് ശമദമം. അങ്ങനെ മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിക്കാൻ സാധിച്ച ഒരാൾക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവുമില്ല. ഭഗവാന്റെ ഓരോ ലീലകളും അത് ഇന്നതിനാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ എപ്പോഴാണോ സാധിക്കുന്നത് അപ്പോൾ മുതൽ നമ്മളും ഭഗവാന് തുല്യനായിട്ടിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു ഭാവത്തിൽ നമുക്ക് ഈ കാമദേവനെയും ഭജിക്കാം എന്ന് സാരം. ലക്ഷ്മി പോലും മഹാവിഷ്ണുവായിട്ടുള്ള തൻ്റെ ഭർത്താവിനെ കാമദേവ സ്വരൂപത്തിൽ സദാസമയത്തും പൂജിക്കാറുണ്ടത്രേ. എന്താ കാരണം? ഈ കാമനെ എനിക്ക് ജയിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ലക്ഷ്മിക്ക് പോലും ഇതാണ് കഥാച്ചാൽ. നമ്മുടെയൊക്കെ കാര്യം പിന്നെ പറയാനുണ്ടോ? അങ്ങനെയുള്ള ആ കാമദേവൻ്റെ സൃഷ്ടി, ആ കാമദേവൻ്റെ ജന്മം ആണ് ഇപ്പോൾ നമ്മൾ പാരായണം ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ് നമ്മിൽ ആഗ്രഹമുണ്ടാക്കുക എന്നത്. അപ്പോൾ ആ കാമദേവനെയും നമുക്ക് ഭജിക്കാം. സർവത്ര ശിവനാമകീർത്തനം. ഹര ഹര മഹാദേവ. നമ ശിവായ നമ ശിവായ നമ ശിവായ. ഓം. ഹൃത്തിൽ കടന്ന് മനസ്സിൽ നിയന്ത്രണം കിട്ടാതെ ഭോഗികളാവണം സർവരും. നിന്റെ സനാതന കർമ്മം കൊണ്ട് എപ്പോഴും ആവേശമേറണം, സൃഷ്ടി വളരണം. നിന്നുടെ പേരും നിൻ കർത്തവ്യം വാസവും എൻ പുത്ര ചൊല്ലും കഴിവും മറ്റൊക്കെയും എന്നോരി നോക്കി മരീച്യാദി പുത്രരെ താമരയിൽ തന്നെ നിശബ്ദനായി വിധി. സർവം ശിവാർപ്പണമസ്തു. ശിവപുരാണത്തിലെ സതീഖണ്ഡത്തിലെ രുദ്രസംഹിതയിലെ സതീഖണ്ഡം, അതിൽ ഒന്നാമത്തെ അധ്യായമാണ് ഇപ്പോൾ പാരായണം ചെയ്തത്. ഇനി നമുക്ക് രണ്ടാമത്തെ അധ്യായം തൊട്ട് കേൾക്കാം. സർവത്ര ശിവനാമകീർത്തനം. ഹര ഹര മഹാദേവ. നമ ശിവായ നമ ശിവായ നമ ശിവായ.